കൊടുംവേനൽ എത്തും മുൻപേ മലയോരത്തെ പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നു. പ്രധാന ജലസ്രോതസ്സുകളായ ബാവലിപ്പുഴയും ചീങ്കണ്ണിപ്പുഴയും ഉൾപ്പെടെയാണ് വറ്റി വരളുന്നത്. പുഴകളിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന കൈത്തോടുകൾ മിക്കവയും വറ്റി വരണ്ടു. പുഴകളിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന കൈത്തോടുകൾ മിക്കവയും വറ്റിവരണ്ടു. മഴക്കാലത്ത് കരകവിഞ്ഞൊഴുകിയ പുഴകളിലും തോടുകളിലുമാണ് ജലനിരപ്പ് കുറഞ്ഞ് ഉരുളൻകല്ലുകൾ കണ്ടു തുടങ്ങിയത്. കുടിവെള്ളത്തിനായി പുഴയെ ആശ്രയിച്ചിരുന്നവർ മറ്റ് വഴികൾ തേടുകയാണിപ്പോൾ. പുഴകളിലും തോടുകളിലും തടയണകൾ ഉള്ളയിടത്തും മാത്രമാണ് ജനങ്ങൾക്ക് ആശ്വാസം. വേനൽ മഴ എത്തിയില്ലെങ്കിൽ വരൾച്ചാ ദുരിതം കൂടുമെന്നാണ് പുഴകൾ നൽകുന്ന സൂചന. കിണറുകളിലും ജലനിരപ്പ് താഴ്ന്നത് ശുദ്ധജലക്ഷാമത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയാണ്. കേളകം, കണിച്ചാർ പഞ്ചായത്തുകളിൽ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ജലക്ഷാമം അതിരൂക്ഷമാണ്. കേളകം പഞ്ചായത്തിലെ ചെട്ടിയാമ്പറമ്പ്, ഇല്ലിമുക്ക്, പൊയ്യമല, പാറത്തോട്, നാരങ്ങത്തട്ട് പ്രദേശങ്ങളിലും കണിച്ചാർ പഞ്ചായത്തിൽ 1, 2, 3, 10, 11, 13 വാർഡുകളിലുമാണ് ജലക്ഷാമം അതിരൂക്ഷമായിട്ടുള്ളത്. പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ കുടിവെള്ളം എത്തിച്ചു നൽകിയാണ് ഒരു പരിധിവരെ പ്രതിസന്ധി മറികടക്കുന്നത്. ഇത്തവണ ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ കുറച്ച് പ്രദേശത്ത് വെള്ളം എത്തുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്തുകൾ. എന്നാൽ ഇത്തവണ ചീങ്കണ്ണിപ്പുഴയിലും ബാവലിപ്പുഴയിലും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തടയണ നിർമ്മിക്കുന്നതിന് തൊഴിലുറപ്പ് വിഭാഗം അനുമതി നൽകിയിട്ടില്ല. ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഈ വർഷം അതിരൂക്ഷമായ വരൾച്ചയാണ് കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മലയോര മേഖലയിലെ ചീങ്കണ്ണിപ്പുഴയും ബാവലിപ്പുഴയും ഉൾപ്പെടെയുള്ള പുഴകളെല്ലാം തന്നെ വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറു തോടുകളിലെല്ലാം നീരൊഴുക്ക് പൂർണ്ണമായും തന്നെ നിലച്ചു കഴിഞ്ഞു. ഇത്തവണ അതിനെ നേരിടാനുള്ള വിപുലമായ പരിപാടികൾ പ്ലാൻ ചെയ്യണമെന്നാണ് പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നത്. എന്നാൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി തടയണകൾ നിർമ്മിക്കാൻ സാധിക്കില്ല എന്നുള്ള ഉത്തരവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ മുൻ വർഷങ്ങളിലെ പോലെ തടയണകൾ നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല. 3 വർഷമെങ്കിലും ചുരുങ്ങിയ കാലം നിൽക്കുന്ന തടയണകൾ മാത്രമേ നിർമ്മിക്കാൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശം വന്നിരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം അതിന് ചെറിയ ഭേദഗതി വരുത്താമെന്ന് ഈ അവസാന ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മിക്കവർക്കും 100 ദിവസം തൊഴിലായതുകൊണ്ട് തന്നെ അത് എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ കഴിയും. എങ്കിലും സന്നദ്ധ സംഘടനകളുടെ ഉൾപ്പെടെ സഹായത്തോടെ കുറേയേറെ തടയണകൾ നിർമ്മിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികളും അവരുടെ തൊഴിലിൻ്റെ ഭാഗമല്ലാതെ തന്നെ കുറേയേറെ തടയണകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് ടാങ്കറിൽ വെള്ളം കൊടുക്കാനുള്ള പദ്ധതി എല്ലാ വർഷവും ഈ വർഷവും അത് കൃത്യമായിട്ട് കൊടുക്കും. വിവിധ സന്നദ്ധ സംഘടനകളുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹകരണത്തോടെ പുഴകളിൽ തടയണകൾ നിർമ്മിക്കാനാണ് പഞ്ചായത്തുകൾ ശ്രമിക്കുന്നത്. വിവിധയിടങ്ങളിൽ പ്രാദേശിക കൂട്ടായ്മകളുടെയും മറ്റും നേതൃത്വത്തിൽ തടയണ നിർമ്മാണവും തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണയും ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിച്ചു നൽകുമെന്ന് കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.